ഒരു ഉപ്പയും ഉമ്മയും വളരെ വേദനയോടുകൂടെ ഇവിടെ വന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം എന്നുള്ളത് നമ്മളിവിടെ പറയാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതേ ഒരു സാഹചര്യത്തിലൂടെ ഇതേ വിഷയത്തിലൂടെ തന്നെ കടന്നു പോകുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. അവർ മനസ്സിലാക്കാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ആളുകളുടെ പേരോ അവരുടെ സ്ഥലമോ ഒന്നും വിവരിക്കാതെ ഇത് വിശദീകരിക്കുന്നത്. ഇതെല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ്. ആ ഉമ്മയും ഉപ്പയും വളരെ വേദനയോടുകൂടെ വന്ന് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് ആണായിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള മൂന്നും പെൺമക്കളാണ്. ആ ആണായി പിറന്ന ആ മോനെ വളരെ നല്ല രൂപത്തിൽ പഠിപ്പിച്ചു, ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ പറഞ്ഞയച്ചു. ലക്ഷക്കണക്കിന് പൈസ മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടും ലോൺ എടുത്തിട്ടുമൊക്കെയാണ് മകനെ പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ചത്. അങ്ങനെ അവൻ നല്ലൊരു ഗവൺമെൻറ് സാലറി ലഭിക്കുന്ന നല്ല സമ്പാദ്യമുള്ള മോനായിട്ട് മാറി. പക്ഷേ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഭാര്യയുമായിട്ടുള്ള ജീവിതത്തിലും മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അവന് ലോൺ എടുത്തതിൻ്റെ ആ ലോണുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ ഇപ്പോഴും എനിക്ക് വീട്ടാൻ കഴിഞ്ഞിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട കടബാധ്യതകൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ആ കടത്തിലേക്കെന്ന് പറയുന്നത് അവനുകൂടെ ബോധ്യപ്പെടുന്ന കടമായിരുന്നിട്ട് പോലും അത് വീട്ടാനുള്ള മനസ്സവനില്ല. എൻ്റെ മകൻ എന്നെ തിരിഞ്ഞു നോക്കുന്നതേയില്ല. വലിയ പ്രയാസത്തിലാണ് ഉസ്താദേ. മോന് ഞങ്ങൾ ഉദ്ദേശിച്ച രൂപത്തിലേക്ക് ആകാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു അവർ വന്നിട്ടുണ്ടായിരുന്നത്. അവരത് പറയുമ്പോൾ തന്നെ അവരുടെ കണ്ണുകളിൽ നിന്ന്, അവരുടെ മുഖത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ ആ മകനു വേണ്ടി അവർ കഷ്ടപ്പെട്ടതിൻ്റെ വേദനകളും യാതനകളും അവരെ ചോര നീരാക്കി അധ്വാനിച്ചതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാകുന്ന രൂപത്തിലായിരുന്നു ആ സംസാരം ഉണ്ടായിരുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിലൂടെ നമ്മളും കടന്നു പോയിട്ടുണ്ടാവും. പല വിഷയത്തിലും മാതാപിതാക്കളാകുന്ന പലരും ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ മക്കൾ ഈ രൂപത്തിൽ നമ്മോട് പെരുമാറുമ്പോൾ നമ്മളെന്താണ് മനസ്സിലാക്കേണ്ടത്, നമ്മളെങ്ങനെയാണ് അവിടുത്തെ നിലപാടെടുക്കേണ്ടത്, അതാണ് ഇവിടെ പറയുന്നത്. അതോടൊപ്പം തന്നെ ആ മക്കൾ സൽവഴിയിലെത്താനും നിങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരാനും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു അമലും നമ്മളിതിലൂടെ പറയുന്നുണ്ട്. നിങ്ങൾ വിഷയം പൂർണ്ണമായിട്ട് കേൾക്കണം. അള്ളാഹു നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ നിങ്ങൾക്കതൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഇതിപ്പോൾ പല ആളുകളും ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ നല്ലതുപോലെ പൊന്നുപോലെ വളർത്തി, കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ നോക്കി വളർത്തിയിട്ട് അവസാനം അവർ വളർന്നു വലുതായപ്പോൾ അവരുടെ സ്വഭാവം മാറി, രൂപം മാറി, എല്ലാം മാറുന്ന ഒരു സാഹചര്യം എന്നുള്ളത്. നമ്മളിതിനെക്കുറിച്ച് മുമ്പ് മക്കൾക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ രൂപത്തിലുള്ള പെരുമാറ്റമാണെങ്കിൽ നിങ്ങൾ ഭാവിയിൽ അനുഭവിക്കാൻ പോകുന്ന വലിയ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ആ വീഡിയോ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് നിങ്ങളുടെ മക്കളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ കുറേയൊക്കെ അവർക്ക് ബോധ്യപ്പെടാൻ അത് കാരണമാകുന്നുള്ളതാണ്. ഇവിടെ പല ആളുകളും ചിന്തിക്കുന്നത് എങ്ങനെയാണ് ചിന്തിക്കുന്നത് ചോദിച്ചാൽ, എൻ്റെ വയസ്സാം കാലത്ത്, എൻ്റെ പ്രായമുള്ള കാലത്ത് എനിക്ക് അധ്വാനിക്കാൻ സാധിക്കാത്ത സമയത്ത് അവർ നോക്കാതെ വേറെ ആരാ എന്നെ നോക്കുക എന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് വരിക. ഈ ചിന്ത ശരിയാണോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ മക്കളെ വളർത്തുന്നതിൻ്റെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. നമ്മൾ ഈ ദുനിയാവിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി അധ്വാനിച്ചതിൻ്റെ പ്രതിഫലം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. മക്കൾ നമ്മെ അനുസരിക്കുകയും ഖിദ്മത്ത് ചെയ്യുകയും ചെയ്താൽ അള്ളാഹു അതിനുള്ള പ്രതിഫലം അവർക്കും നൽകും. മക്കൾ നമ്മെ പോറ്റുമെന്ന ഉറപ്പിലാണോ നമ്മൾ ജീവിക്കേണ്ടത്? ആ പ്രതീക്ഷയിലാണ് ജീവിക്കേണ്ടത്, ആ ഉറപ്പിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. പുതിയ കാലത്ത് വളരെ ആപൽകരമായ ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മക്കളുടെ അടുക്കൽ നിന്ന് സ്നേഹം തിരിച്ചു കിട്ടാത്ത എത്രയോ മാതാപിതാക്കളുണ്ട്. മക്കൾ നോക്കിയാലും തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും എൻ്റെ റബ്ബെന്നെ കൈവെടിയുകയില്ല എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ മനസ്സിലേക്ക് പ്രധാനമായിട്ട് കൊണ്ടുവരേണ്ടത് അതാണ്. മക്കൾ എന്നെ നോക്കുന്നില്ലെങ്കിലും തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിലും അവർ നോക്കിയാലും ഇല്ലെങ്കിലും എനിക്ക് മഈശത്തിനുള്ളത് എൻ്റെ റബ്ബ് എനിക്ക് നൽകും എന്നുള്ള പ്രതീക്ഷയിലും ഉറപ്പിലുമാണ് നമ്മൾ ജീവിക്കേണ്ടത്.
നാം സ്നേഹിക്കുന്ന മക്കൾ, വിദ്യാർത്ഥികൾ, സഹോദരങ്ങൾ, നമ്മുടെ ജോലിക്കാർ തുടങ്ങിയവരൊക്കെ നമ്മെ അനുസരിക്കാതിരിക്കുമ്പോൾ നമ്മിലേക്ക് വരുന്ന ചില ചിന്തകളുണ്ട്. ആ ചിന്തകളെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. എന്ത് ചെയ്തു കൊടുത്തിട്ടും കാര്യമില്ല, ഒന്നിനും ഒരു അനുസരണയും ഇല്ല. ഇത് നമ്മുടെ ചിന്തയിലേക്ക് വരുന്നതാണ്. നമ്മുടെ മക്കൾ എന്തെങ്കിലുമൊക്കെ നമ്മളോട്, നമ്മളെങ്ങനെ നോക്കിയതാ ചെറുപ്പത്തിൽ, എങ്ങനെ നോക്കിയതാ ചെറുപ്പത്തിൽ, എത്രത്തോളം ഓന് വേണ്ടി കഷ്ടപ്പെട്ടതാണ്, ഈ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരും അല്ലേ. എന്തെല്ലാം ഓനക്ക് വേണ്ടിയിട്ട് ചെയ്തിരുന്നു, ഞാൻ പോലും ഭക്ഷണം കഴിക്കാതെ എൻ്റെ മോൻക്ക് വേണ്ടി ഞാൻ അതിന് അധ്വാനിച്ചു, ഭക്ഷണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മക്കൾക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്തൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. എല്ലാവരും അവരവരുടെ കാര്യം മാത്രം നോക്കുന്നു. ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ പോലും അവൻ അനുസരിക്കില്ല. ഇത് നമ്മുടെ ചിന്തയിലേക്ക് വരുന്നതാണ്. അതേപോലെ തന്നെ ഈ വീട്ടിൽ എനിക്കൊരു വിലയുമില്ല, ഭാര്യ, മക്കൾ, ഇവരൊക്കെ അവർ വിചാരിക്കുന്ന പോലെ എന്തൊരു കഷ്ടമാണിത്. ഇതൊക്കെ നമ്മുടെ ചിന്തയിലേക്ക് വരുന്നതാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ നാം ചിന്തിക്കേണ്ടതും പറയേണ്ടതൊക്കെ എന്താണെന്നറിയോ? യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ഇത്തരം ചിന്തകളൊക്കെ വരുന്നതിന് പകരം വരേണ്ടത്, ആര് അനുസരണക്കേട് കാണിച്ചാലും അതിൻ്റെ പ്രതിഫലം അവർക്കാണ്. ആര് അനുസരിച്ചിട്ടില്ലെങ്കിലും അതിൻ്റെ പ്രതിഫലം അവർക്കാണ്. എന്താ രണ്ടിനും പ്രതിഫലം? അനുസരിച്ചാൽ അതിൻ്റെ പ്രതിഫലം അവർക്ക് കിട്ടും, അനുസരിച്ചിട്ടില്ലെങ്കിലോ അതിനനുസരിച്ചൊരു തിക്തഫലം അവർക്ക് ലഭിക്കും. അവർക്ക് മാപ്പ് നൽകലും എൻ്റെ കടമയാണല്ലോ എന്ന്. ഇപ്പോൾ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉമ്മയും ഉപ്പയും അവരുടെ മക്കളെ നന്നായിട്ട് പൊന്നുപോലെ വളർത്തിയതായിരുന്നു. ഭാവിയിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളെ കൊണ്ടും അവരുടെ ചില ഇടപെടലുകളെ കൊണ്ടൊക്കെ മാതാപിതാക്കൾക്ക് വലിയ വേദനയുണ്ടായി, പ്രയാസമുണ്ടായി എന്ന് സങ്കല്പിക്കാം. എത്രയോ തെറി പറയുന്ന മക്കളുണ്ട് കേട്ടോ, മാതാപിതാക്കളെ ആക്രമിക്കുന്നവരുണ്ട്, അസഭ്യം പറയുന്നവരുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇങ്ങനെ ഈ രൂപത്തിൽ അവർ പെരുമാറുകയാണ് എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളവിടെ ചിന്തിക്കേണ്ടത്, നമ്മളവരെ ശപിക്കുകയോ ഒന്നും ചെയ്യേണ്ട മാതാപിതാക്കൾ എന്താ ചെയ്യേണ്ടത്? അവരനുസരിച്ചില്ലെങ്കിലും അവർക്ക് മാപ്പ് നൽകാനുള്ളൊരു മനസ്സുണ്ടായിരിക്കുക എന്നുള്ളത് വലിയ ക്വാളിറ്റിയാണ്. ശ്രമിച്ചു നോക്കൂ. അതെൻ്റെ കടമയാണല്ലോ എന്ന് ഓരോ മാതാപിതാക്കളും ചിന്തിക്കുക. എങ്ങനെ കടമയാണല്ലോ എന്ന്? നമ്മോട് നമ്മുടെ റബ്ബ് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിസ്കാരം ഉൾപ്പെടെയുള്ള ഓരോ വിഷയങ്ങളിലും കൃത്യമായി ശ്രദ്ധിക്കാനും ഇടപെടാനും ഒക്കെ നമ്മോട് നമ്മുടെ റബ്ബ് പറയുന്നുണ്ട്. അങ്ങനെ നമ്മോട് നമ്മുടെ റബ്ബ് എല്ലാ കാര്യങ്ങളിലും വളരെ കൃത്യമായി ഇടപെടുന്നു, നമ്മുടെ എല്ലാ വിഷയങ്ങളിൽ ഇടപെടുന്നു, ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്നു. എന്നിട്ട് നമ്മൾ ദൈനംദിനം എത്ര അനുസരണക്കേട് കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയൊന്നും നമ്മുടെ മക്കൾ നമ്മോട് ചെയ്യുന്നില്ലല്ലോ എന്നാലോചിച്ചാൽ മതി. ഒന്നാമത്തെ ചിന്ത. നമ്മളോട് അള്ളാഹ് നിസ്കരിക്കാൻ പറഞ്ഞിട്ട് കറക്റ്റ് സമയത്തിന് നിസ്കരിക്കുന്നുണ്ടോ? അള്ളാഹ് പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് അതേപോലെ നമ്മൾ അനുസരിക്കുന്നുണ്ടോ? അങ്ങനെ അനുസരിക്കാതിരുന്നിട്ടും റബ്ബ് നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകുന്നു. അതാണ് നമ്മുടെ ചിന്തയിലേക്ക് ഒന്നാമതായിട്ട് കടന്നു വരേണ്ടത്. രണ്ടാമത്, എത്രയോ കാര്യം അവർ എന്നെ അനുസരിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഈ വിഷയത്തിൽ എനിക്ക് ക്യാഷ് അയച്ചു തരുന്നില്ല, ഞാനുമായി ബന്ധപ്പെട്ട് സഹായിക്കുന്നില്ല എന്നൊക്കെ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട് വരുമ്പോഴും എത്രയോ കാര്യങ്ങൾ അവർ എന്നെ അനുസരിച്ചിട്ടുണ്ട്. പക്ഷെ അതിലേക്കൊന്നും ശ്രദ്ധിക്കാതെ ഇപ്പോൾ അനുസരിക്കാത്ത ഈ ഒരു കാര്യത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ച് അവർ അനുസരണയില്ലാത്തവരാണ് എന്ന് വിലയിരുത്തുന്ന ഞാനാണ് യഥാർത്ഥത്തിലെ തെറ്റുകാരൻ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ഇതിലിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മക്കൾ യഥാർത്ഥത്തിൽ നല്ല രൂപത്തിൽ ജീവിക്കുന്ന മക്കളുണ്ടാകും, അവരുടെ മോശപ്പെട്ട സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരുണ്ടാകും, തീരെ തിരിഞ്ഞു നോക്കാത്തവരുണ്ടാകും. അപ്പോഴൊക്കെ നമ്മൾ ഈ പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കേണ്ടത്. നമ്മളൊരിക്കലും അവരെ ശപിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്യേണ്ട. നമ്മൾ അത് നമ്മുടെ സ്വയം പല്ല് കുത്തിയിട്ട് മറ്റുള്ളവരെ അറിയിക്കുന്ന രൂപത്തിലേക്കും ആകരുത്. എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹുവിൽ തവക്കുലാക്കുക. അള്ളാഹു നമുക്ക് നല്ല വഴി തുറഞ്ഞുതരും. വിശുദ്ധ ഖുർആനിൻ്റെ ഒരു അധ്യാപനം അങ്ങനെ തന്നെയാണല്ലോ. നമുക്കറിയാം, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫി സഖറത്തിൻ ഔ ഫി സമാ ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹു ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, യാ ബുനയ്യ, ഓ കുഞ്ഞുമോനെ, ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബ, തീർച്ചയായും ഒരു കടുകുമണിയുടെ തൂക്കമുള്ളതായിരുന്നാലും, അത് ഒരു കടുകുമണിയുടെ തൂക്കമായിരുന്നതാലും, ഫതകും ഫി സഖ്റ, അതൊരു പാറക്കല്ലിനുള്ളിലാണെന്ന് സങ്കല്പിക്കാം, അല്ലെങ്കിൽ അത് ആകാശത്തിലോ ഭൂമിയിലോ ഔ ഫിൽ അർള്, ഭൂമിയിലോ ഒക്കെ ആണെന്ന് സങ്കല്പിക്കാം. യഅതി ബിഹല്ലാ, അള്ളാഹു അത് നിനക്ക് തീർച്ചയായും നൽകുക തന്നെ ചെയ്യും. എവിടെയാണെങ്കിലും
അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കൊണ്ടുവരും, തീർച്ചയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ നമുക്ക് എവിടേക്കോ എന്തൊക്കെയോ ബ്ലോക്കായി കിടക്കുന്നുണ്ട്, ക്യാഷ് കിട്ടുന്നില്ല എന്നുള്ള ചിന്തകളൊക്കെ നമുക്ക് വരികയെന്ന് സങ്കല്പിക്കുക. പ്രധാനപ്പെട്ട ഒരു വിഷയം പറഞ്ഞു എന്നുള്ളൂ. ഞാനിപ്പോൾ നമ്മുടെ അടുക്കൽ വന്നൊരു കേസുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ മോനെ ക്യാഷ് തരുന്നില്ല എന്ന് സങ്കല്പിക്കുക. എന്നാൽ നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഈ ആയത്ത് കടന്നു വരട്ടെ. സൂറത്തുൽ ലുഖ്മാനിലെ 16-ാമത്തെ ആയത്താണ്. യഅ്തി ബിഹല്ലാ, അള്ളാഹു തീർച്ചയായും അത് നമുക്ക് നൽകും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾക്കറിയുമല്ലോ, മഹാനരായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് വലിയ ജലപ്രളയമുണ്ടായില്ലേ? ആ ജലപ്രളയത്തിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പ്രിയപ്പെട്ട മകൻ കനാൻ ഈ വലിയ ശക്തമായ വെള്ളത്തിൽ മുങ്ങി മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ അനുസരിക്കുന്നില്ല, അനുസരണക്കേട് കാണിക്കുന്നു. അവിടെ വിശുദ്ധ ഖുർആനിൻ്റെ ഒരു നല്ലൊരു സമീപനമുണ്ട്. യാ ബുനയ്യ എന്ന് വിളിച്ചിട്ടാണ് അവിടെ പറയുന്നത് തന്നെ. അപ്പോൾ നമ്മൾ അപ്പോഴും നല്ല രൂപത്തിൽ പ്രതീക്ഷയോടുകൂടെ ശുഭാപ്തിയോടുകൂടെ പെരുമാറുക, നമുക്ക് നല്ല വഴികൾ തുറന്നിട്ടാൻ കാരണമാകും. അള്ളാഹു നമുക്ക് ഖൈറിൻ്റെ വാതായനങ്ങൾ തുറന്നേരട്ടെ. ഞങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു സ്വാലിഹീങ്ങളാക്കട്ടെ. മക്കൾ സ്വാലിഹീങ്ങളാകാൻ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന 2 അത്ഭുത ഇസ്മുകളാണ് യാ ഹാദി യാ അല്ലാ, യാ നൂർ യാ അല്ലാ, യാ ഹാദി യാ അല്ലാ, യാ നൂർ യാ അല്ലാ. വളരെ പവർഫുള്ളാണ്. ചൊല്ലിക്കോ ഇൻഷാ അല്ലാഹ്. 101 തവണയും അതിൻ്റെ അക്ഷരങ്ങളുടെ സംഖ്യ അനുസരിച്ചൊക്കെ ചൊല്ല. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.